ഹലോ. ഇന്നലെ ഭയങ്കരമായിട്ട് സങ്കടമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല, ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, എൻ്റെ ശ്രീകോടിന് ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കൂടുതലും ഒപ്പം തന്നെ വേരിയേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വണ്ടൂരെന്ന് പറഞ്ഞു, നിങ്ങളേ നല്ലൊരു കാർഡിയോളജിനെ തന്നെ പോയി കണ്ടോളൂ, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ബേജാറായി. നിംസിലായിരുന്നു പിന്നെ ഇടയ്ക്ക് കാണിക്കാറുണ്ട് തന്നെ, നിംസിലെ കാർഡിയോളജിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇല്ല, ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു കേട്ടോ. മരുന്നും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്നും മഞ്ചേരിക്കൊന്ന് പോവാൻ വിചാരിച്ചിട്ട് പോവാട്ടോ. കുട്ടികളെ നോക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ നല്ലതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ മൂന്നാളെയും കൊണ്ട് എങ്ങോട്ട് പോകുമ്പോഴും പോകണം. ഒരാൾ ചാരി ഉറങ്ങി, പിന്നെ അതിന് ശേഷം എൻ്റെ പാറും കൂടി ഉറങ്ങി കേട്ടോ. ഇവരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉറങ്ങുമ്പോൾ ഇതേ അവസ്ഥയിലാണ് ഞാൻ നോക്കാറ് കേട്ടോ. പിന്നെ അങ്ങനെ ദേവൂട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനും ഉറങ്ങി കേട്ടോ. ഏതായാലും മഞ്ചേരി എത്തി കേട്ടോ. ഞങ്ങൾ കാണിക്കുന്നത് ജസീൽ ഡോക്ടറെയാണ് കേട്ടോ. മഞ്ചേരി നല്ലൊരു കാർഡിയോളജിയാണ് കേട്ടോ, നല്ലൊരു ഡോക്ടറാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഞ്ചേരി എത്തിയപ്പോൾ പാറു മഞ്ചേരി എത്തി നീക്കിയായിരുന്നു. അപ്പോൾ ഓള് എണീറ്റു കേട്ടോ. ഇതാണ് ആ ഹോസ്പിറ്റലിൽ കേട്ടോ. ഇപ്പോൾ കാണുന്ന തിരക്കില്ലായ്മ ഒന്നും നോക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെരും തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ശ്രീകോടിനെ ആദ്യം എക്കോ ടെസ്റ്റ് എടുത്തു. അതിന് ശേഷം എക്കോയിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, TMT കൂടി എടുക്കണമെന്ന് പറഞ്ഞു സാറ്. പെട്ടെന്ന് TMT എടുക്കണം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നോ, ഡോക്ടർ കാണിച്ച ലിസ്റ്റ് വന്നപ്പോഴേക്കും 2000 സംതിങ് രൂപ കേട്ടോ. ഏതായാലും കടം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോടും. അത് കേട്ട പാതി കേൾക്കാം, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേഗം കയ്യിൽ പൈസ തരികയുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അമ്മാസ് കിച്ചണിലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അവർ പറഞ്ഞു, കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ വെക്കാൻ പറ്റുമോ, എന്നാൽ എൻ്റെ വക ഒരു പൈസ എന്ന് പറഞ്ഞിട്ട് അമ്മയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം.